വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വസ്ന സൂപ്പർ. ഇന്ന് പുഡിങ്ങിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ. പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇന്ന് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ട്രേയിലാണ് സെറ്റ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് കണ്ടെയ്നറിലാണ് കേട്ടോ സെറ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ എനിക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു. ഒരു ട്രേ പുഡിംഗ് ആണ്, പക്ഷേ 2 ഫ്ലേവറിലാണ് ചെയ്യേണ്ടത്. അപ്പം ഒരു ട്രേ പുഡിംഗ് 2 പാക്കറ്റ് പാല് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ഇത് ഓരോരോ പാക്കറ്റ് പാല് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് 2 ഫ്ലേവറിലായിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് കണ്ടെയ്നറിൽ സെറ്റ് ചെയ്ത് കൊടുക്കാനാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ബട്ടർ പുഡിങ്ങിൻ്റെ വീഡിയോ ഞാൻ മുന്നേ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിലും ഞാൻ ബട്ടർ പുഡിങ് ഉണ്ടാക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു കണ്ടെയ്നറിലാണ് കേട്ടോ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു കണ്ടെയ്നറിൻ്റെ ഹൈറ്റ് വരുന്നത് 1.5 ഇഞ്ചാണ് കേട്ടോ. വീതി വരുന്നത് 3 ഇഞ്ചും. ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു ട്രേയിലുള്ള പുഡിങ് 35 മുതൽ 40 ആൾക്ക് വരെയുള്ള കണക്കിലാണ് കേട്ടോ. അപ്പോൾ അവർ 35 പേർക്ക് ഈ ഒരു ടിന്നിൽ ഈ ഒരു കണ്ടെയ്നറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതിലും കുറച്ച് ചെറിയ കണ്ടെയ്നറിലാണ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇതിൻ്റെ ചെറിയ സൈസിലുള്ള കണ്ടെയ്നർ വാങ്ങിയാൽ മതി കേട്ടോ. അത് കസ്റ്റമർ എങ്ങനെയാണോ പറയുന്നത് ആ രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അതാ ആ ഒരു കണ്ടെയ്നറൊക്കെ എടുത്തിട്ട് ഒന്ന് ഞാൻ കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. കടയിൽ പൊടിയൊക്കെ പിടിച്ച് കിടന്നിട്ടുള്ളതായിരിക്കാം, അതുകൊണ്ട് തന്നെ കഴുകിയെടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പം ഞാനിതെല്ലാം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം ഒന്ന് നല്ലവണ്ണം തുടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് ചെറിയൊരു ജോലിയായിട്ട് കൊടുക്കാവുന്നതാണ്. നമ്മളെപ്പോഴും ഫുഡ് പുറത്തേക്ക് സെയിൽ ചെയ്യുന്ന സമയത്ത് അത് നല്ല നീറ്റായിട്ടും ക്ലീനായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കണ്ടെയ്നറൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ട് നേരിട്ട് അതിലൊഴിക്കാതെ അത് നല്ല വൃത്തിയിലൊന്ന് കഴുകിയെടുത്ത് തുടച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതാ ഞാനെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ തലേ ദിവസം എല്ലാം ഒന്ന് കഴുകി തുടച്ചെടുത്ത് വെച്ചാലും മതി കേട്ടോ. ഇനി പുഡിങ് ഉണ്ടാക്കി തുടങ്ങാം. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചൈന ഗ്രാസ് ആദ്യം തന്നെ കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ പുഡിങ്ങിൻ്റെ വീഡിയോസ് കണ്ടവർക്കറിയാം, അതിലെല്ലാം ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നൊരു കാര്യം ഈ ഒരു ചൈന ഗ്രാസ് കുതിർത്ത് വെക്കലാണ് കേട്ടോ. ഏകദേശം ഒരു 10-15 മിനിറ്റോളം എന്തായാലും നമ്മൾ ഈ ഒരു ചൈന ഗ്രാസ് കുതിർത്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് മെൽറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പകുതി മതി കേട്ടോ. ഈ ഒരു ബട്ടർ പുഡിങ്ങിലേക്ക് 5 ഗ്രാം നിങ്ങൾക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ ഈ ഒരു ചൈന ഗ്രാസിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് അതിലേക്ക് കുതിരാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ പകുതി ചൈന ഗ്രാസ് എടുത്തുകൊണ്ട് തന്നെ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 10 ഗ്രാം ചൈന ഗ്രാസ് ആ ഒരു പാക്കറ്റ് മുഴുവനും എടുക്കുന്നുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാറുള്ളത്. അത് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 1/2 ലിറ്റർ പാലിലാണ് കേട്ടോ അത് ചെയ്തെടുക്കുന്നത്. 1/2 ലിറ്റർ പാല് ഞാനൊരു സോസ് പാനിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആവശ്യമാണ് കേട്ടോ. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു പാലിൽ നിന്ന് ഒരു 2-3 ടേബിൾ സ്പൂണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഇതെല്ലാം ആദ്യം തന്നെ ചെയ്ത് വെക്കുക കേട്ടോ. ഈ ഒരു ബട്ടർ പുഡിങ് ബ്രെഡ് വെച്ചിട്ടും ചെയ്തെടുക്കുക, അതുപോലെ തന്നെ ബിസ്ക്കറ്റ് വെച്ചിട്ടും ചെയ്തെടുക്കുക. ഞാൻ അധികവും ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇതിൽ ഏതാണ് നല്ലതെന്ന്. 2 രീതിയിലും ബ്രെഡ് വെച്ചിട്ടും ബിസ്ക്കറ്റ് വെച്ചിട്ടും രണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പക്ഷെ ഞാൻ അധികവും ബിസ്ക്കറ്റ് തന്നെ ഉപയോഗിക്കാറുള്ളത്. ഇനി 1/2 ലിറ്റർ പാലിലേക്ക് 100 ഗ്രാം ബട്ടറാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അൺസാൾട്ടഡ് ബട്ടറാണ്. അത് മുഴുവനായിട്ട് അതായത് 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. അത് മുഴുവനായിട്ട് ഞാൻ ഈ പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 ലിറ്റർ പാലായതുകൊണ്ട് തന്നെ 1/2 ടിൻ കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ഇതിലേക്ക് ആവശ്യമുള്ളത്. 1 ലിറ്റർ പാല് 2 പാക്കറ്റ് പാലാണെങ്കിൽ 400 ഗ്രാമിൻ്റെ 1 ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് തന്നെ മുഴുവനും നമ്മൾ എടുക്കാറുണ്ട്. ഇത് 1/2 ലിറ്റർ പാലായതുകൊണ്ട് തന്നെ 200 ഗ്രാം, ഇത് 400 ഗ്രാമിൻ്റെ ടിന്നാണ്. അതിൻ്റെ പകുതിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. മുഴുവനും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് കുറച്ചായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഇനി നേരത്തെ കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചൈന ഗ്രാസ് ഉണ്ടല്ലോ, അത് മുഴുവനോടെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ എല്ലാം കൂടി ബട്ടർ പുഡിങ് ഉണ്ടാക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കാറുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ നേരിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓൺ ചെയ്യുമ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിതാ അടുപ്പിൽ
അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഇനി ഇത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആ ഒരു ബട്ടർ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മെൽറ്റായിട്ട് നല്ലവണ്ണം ചൂടായിട്ട് വരണം. പുഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് പാല് തിളക്കരുത് കേട്ടോ. തിളച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലവണ്ണം ഒന്ന് ചൂടായാൽ മതി കേട്ടോ. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കേണ്ട ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ബട്ടറൊക്കെ നല്ലവണ്ണം മെൽറ്റായി വന്നിട്ടുണ്ട്. പാല് നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കസ്റ്റാർഡ് പൗഡർ ഇല്ലേ മിക്സ് ചെയ്തിട്ടുള്ള അത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം മീഡിയത്തിലാണെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ ഒരു സമയത്ത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ ഈ ഒരു കസ്റ്റാർഡ് പൗഡർ കട്ട കെട്ടിപ്പോവും കേട്ടോ. അപ്പം ഇനി നമ്മൾ ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡറൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. അപ്പം നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു പഞ്ചസാര ഉണ്ടായിരുന്നില്ലേ അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ മധുരം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എപ്പോഴും പുഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് മധുരം കൂടുതൽ വേണം കേട്ടോ. കുറച്ച് മുന്നിട്ട് നിൽക്കണം, എന്നാലേ അത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ചല്ലേ നമ്മൾ കഴിക്കുന്നത്. അത് സെറ്റായി വരുന്ന സമയത്ത് പഞ്ചസാര മധുരം കുറയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് മധുരം മുന്നിട്ട് നിൽക്കണം. അപ്പോൾ നേരത്തെ ഞാൻ 1/4 കപ്പ് മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി മധുരത്തിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 1/4 കപ്പിൽ കുറച്ചും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്, അത്രയും മതി. അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു 5-6 അത്ര എണ്ണം എന്തായാലും ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 10 എണ്ണം വരെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ഫ്ലേവർ ഇതിൽ നല്ല രസമായിരിക്കും കേട്ടോ കഴിക്കുന്ന സമയത്ത്. അതുകൊണ്ടാണ് ഞാൻ 10 എണ്ണം വരെ ഇട്ടത്. ഒരു 5-6 എണ്ണോ ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ചൂട് കുറച്ചൊന്ന് കുറഞ്ഞ് മിക്സീൻ്റെ ജാറിൽ നമുക്കൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ മിക്സീൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള ആ ഒരു ചൂടിലേക്ക് എത്തുന്ന സമയത്ത് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതാ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി മിക്സീൻ്റെ ജാറിലേക്ക് എല്ലാം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ടാണ് നമ്മൾ കണ്ടെയ്നറിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലുള്ള ഒരു പദം ഉണ്ടല്ലോ അതൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കണ്ടെയ്നറിലേക്ക് ഒഴിക്കുന്ന സമയത്ത് സെറ്റായി വരുമ്പം ആ കണ്ടെയ്നറിൽ ആ ഒരു പത അങ്ങനെ നിൽക്കും കേട്ടോ. അതുകൊണ്ടാണ്. ഇനി നമുക്ക് എത്ര കണ്ടെയ്നറിലാണോ ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നമ്മൾ ഇതുപോലൊരു ട്രേയിലോ പ്ലേറ്റിലോ അങ്ങനെ എടുത്ത് വെക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതുപോലൊരു ട്രേയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു കണ്ടെയ്നറിലെല്ലാം അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നിറയെ ഒഴിച്ചു കൊടുക്കാനുണ്ടാവില്ല. ഏകദേശം ഒരാൾക്ക് കഴിക്കാനുള്ള ആ ഒരു അളവിലായിരിക്കും കേട്ടോ പുഡിങ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാ കണ്ടെയ്നറിലേക്കും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബദാം ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കുറച്ച് വലിയൊരു കണ്ടെയ്നറാണ്. ഇനി നിങ്ങൾക്ക് ഇതിലും ചെറുതാണെങ്കിൽ വേണ്ടതെങ്കിൽ അങ്ങനെ വാങ്ങാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ കസ്റ്റമർ ഇതിലും കുറച്ച് ഒരു 40-45 വരെയുള്ള ആൾക്കാർക്ക് എത്തുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറയുകയാണെങ്കിൽ ഇതിലും തീരെ ചെറുതായിട്ടുള്ള കണ്ടെയ്നർ നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ. അങ്ങനത്തത് വാങ്ങിയിട്ട് അതിൽ സെറ്റ് ചെയ്താൽ മതി. ഇനി ഈ ഒരു ബദാം ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഈ ഒരു സമയത്ത് ഇതിൻ്റെ ലിഡ് വെച്ച് കൊടുക്കാറില്ല. ഇതിൽ ഫ്രിഡ്ജിൽ വെച്ച് എല്ലാം ഒന്ന് സെറ്റ് ആയതിന് ശേഷമാണ് ലിഡ് വെച്ച് കൊടുക്കുകയുള്ളൂ കേട്ടോ. അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ ഏറ്റവും കുറഞ്ഞ 3 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെക്കുക കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു പുഡിങ് ഇതുപോലെ കണ്ടെയ്നറിലാക്കിയിട്ട് സെയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു പുഡിങ്ങിന് ഏകദേശം 35 മുതൽ 40 രൂപ വരെ വരും കേട്ടോ. നമ്മൾ ഒരു ട്രേയിലെ പുഡിങ്ങാണ് ഇതുപോലെ നമ്മൾ കണ്ടെയ്നറിലാക്കുന്നത്. അപ്പോൾ ഒരു ട്രേ പുഡിങ്ങിൻ്റെ റേറ്റ് എങ്ങനെയാണോ നമുക്ക് കിട്ടുന്നത്
ആ റേറ്റും അതിൻ്റെ കൂടെ നമ്മൾ വാങ്ങിയിട്ടുള്ള കണ്ടെയ്നറിൻ്റെ റേറ്റും കൂടി കൂടിയിട്ടാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ ആ ഒരു പ്രൈസ് കണക്കാക്കുന്നത്. അപ്പം ഓരോ പുഡിങ്ങിനും ഓരോ റേറ്റാണ്. ആ റേറ്റിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. ഈ ഒരു ബട്ടർ പുഡിങ്ങിന് 35 രൂപയാണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അറേബ്യൻ പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു അറേബ്യൻ പുഡിങ്ങിന് 40 രൂപയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ചില കസ്റ്റമേഴ്സിന് ഈ ഒരു രീതിയിൽ കണ്ടെയ്നറിൽ സെറ്റാക്കി കൊടുക്കുന്നതായിരിക്കും കേട്ടോ താല്പര്യം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കണ്ടെയ്നറിലാക്കിയിട്ട് 2 രീതിയിൽ സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്ന് ഓരോന്നായിട്ട് നമുക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ട്രേ പുഡിങ് ഇതുപോലെ കണ്ടെയ്നറിലാക്കിയിട്ട് കൊടുക്കാൻ പറയുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് സെയിൽ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് എന്തെങ്കിലും സ്റ്റിക്കറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഒരുപാട് ബൾക്ക് ഓർഡറൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അല്ലാതെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അതിന് ഇതുപോലെ ഒരു സ്പൂണും കൂടി നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ആദ്യം ഇതിലും ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂണായിരുന്നു വരുന്നത്. ഇപ്പോൾ അത് കിട്ടാനില്ല. അപ്പോൾ ഈ ഒരു സ്പൂണാണ് കേട്ടോ വെച്ച് കൊടുക്കാറുള്ളത്. അപ്പം ഇത് ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് വാങ്ങി വെക്കാവുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ബൾക്കായിട്ടുള്ള ഓർഡറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഇതിൻ്റെ ഓരോ പാക്കറ്റായിട്ട് അങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ. ഇനിയും ഇതുപോലുള്ള നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിക്ക് പുഡിങ് സെറ്റ് ചെയ്യുന്ന രീതിയും അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.